നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ശക്തമായ പിണറായി വിജയൻ സർക്കാരിനെതിരായ ജനവികാരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം. 8 UDF സ്ഥാനാർത്ഥികൾ 1 ലക്ഷത്തിലധികം വോട്ടിനിടെ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ പോകുന്നു എന്നതാണ് ഇതിനുദാഹരണം. അതുപോലെ മറ്റൊരു വികാരമാണ് കേരളത്തിൽ ഉയരുന്ന NDA അനുകൂല വികാരം. 3 ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച BJP 2 വിജയിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ആളിക്കത്തി നിൽക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 68,000-ലധികം കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും മുന്നിട്ട് നിൽക്കുന്നു. ആറ്റിങ്ങലിൽ അവസാന നിമിഷം വരെ കൃത്യമായ ഒരു വിജയിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത വിധം എല്ലാ മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രി V മുരളീധരൻ വോട്ടുകൾ പിടിച്ചു. BJP സ്ഥാനാർത്ഥികളുടെ വോട്ട് വിഹിതത്തിലും വർധനയുണ്ട്. വയനാട്ടിൽ K സുരേന്ദ്രൻ 1 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ച് എന്നതാണ് ഇതിന് ഉദാഹരണം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 2019 BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ച 16% അപേക്ഷിച്ച് 28% വോട്ടുകൾ നേടി. LDFന് ആശ്വാസ വിജയം ലഭിക്കുന്നത് ആലത്തൂരിൽ മാത്രമാണ്. അവിടെ മന്ത്രി K രാധാകൃഷ്ണനാണ് ഇപ്പോൾ മുന്നിലുള്ളത്.